ഗുൽസു ഹാപ്പി വിഷു. തേശന്റെ ഹോബി എന്തൊക്കെയാ? എന്റെ ഹോബിയോ നിക്കറില്ലേ വീണ്ടും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പാല് കൊടുക്കും, അതെനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടെന്ന് പറയണോ? കുഞ്ഞു കളിച്ച് ഞാനിപ്പോ ഒരു പൂക്കി മൂടിലേക്ക്. മൊബൈലില് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഇ ബുക്സും മറ്റേ എന്താ പറയാ, കിൻഡിലോ കിണ്ടി അത് വിട്ടേക്കു കയ്യിൽ സ്കൈ ഡൈവ് എങ്ങനെ ഉണ്ടായി മാളു? കിട്ടില്ല, മസ്റ്റ് ട്രൈ. എനിക്ക് താഴെ നോക്കുന്ന ഇഷ്ടം. മാളുവിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം. അതെ, അഭിമാനിച്ചാണിങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായാലും വേണം. ആരെയും മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അല്ല, അതൊക്കെ വഴിയെ വന്നോളൂ. ഏത് വഴി? ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. പലരും പല രീതിയിലായിരിക്കില്ല ജീവിക്കുക. അപ്പൊ നമ്മൾ അതിൽ കയറി ചൊറിഞ്ഞു നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. നോട്ട് ദ പോയിന്റ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാന്ന്. ന്യൂ യു ഹാവ് ലേൺഡ് ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ്. എനിക്ക് നേരത്തെ തന്നൂടെ? നന്നായി ക്ഷമിക്കാൻ പാടില്ല. ഷിപ്പില് ഇന്റർനെറ്റ് അല്ലാണ്ട് ഞാനത് പണിയെടുക്കാൻ പോകും. അവിടെ ഞാൻ എന്താ ചെയ്യാ? ഷിപ്പിന്റെ ഹോൺ അടിക്കാലോ, ഇടക്കിടക്ക് പെയിന്റ് അടിക്കാം. പെയിന്റ് അടി അവിടെ പണി കണ്ടുപിടിച്ച സ്ഥലം, ജാതി, വർണ്ണ അങ്ങനൊന്നും വെച്ചിട്ട് ഒരിക്കലും ഒരു കോമഡി പറയാൻ പാടില്ല. ചേട്ടാ, ഞാൻ അറിയാണ്ട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വൃത്തികെട്ട ചോദ്യം. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അല്ലല്ല, വൃത്തികെട്ട ഉത്തരം. വൃത്തികെട്ട ഇന്റർവ്യൂ ആണ്. ശരിക്കും എപ്പോഴാണ് യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുത്തത്? കല്യാണം കഴിഞ്ഞതിന് ശേഷം? ഇപ്പോഴും സീരിയസ് ആക്കി എടുത്തിട്ടില്ല. അല്ല, ഒബ്വിയസ്ലി നമുക്ക് അതിൽ നിന്ന് ഒരു ഇൻകം വരുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വളരെ കറക്റ്റ് ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട്, ഓക്കെ ഇത് നല്ല രീതിയിലൊരു നമ്മൾ അതിനെ ഒരു പ്രൊഫഷണലിസത്തോടെ കാണണം എന്നൊക്കെ. പക്ഷെ എനിക്കത് ഇപ്പോഴും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, ആൾക്കാര് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. അതിലേക്കൊന്ന് എത്തിപ്പെടണം. അതെ, നമ്മൾ എന്ത് ഭീകര കോണ്ടന്റ് അല്ലെങ്കിൽ ഇനി ഭയങ്കര നമ്മൾ ടെക്നിക്കലി കുറെ സംഭവങ്ങൾ ചെയ്ത് ഇറക്കിയിട്ടൊന്നും അല്ല ഈ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ആൾക്കാർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം, അവർക്ക് ഇഷ്ടം തോന്നണം എന്നുള്ളതാണ് വലിയൊരു. അല്ലെങ്കിൽ വേറെ ഉണ്ട് കേട്ടോ, ഹേറ്റിലൂടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ ട്രാക്ക് വേണ്ട. അപ്പൊ അത് എന്തോ ഭാഗ്യത്തിന് ആദ്യം തന്നെ അങ്ങനെ കുറച്ച് നല്ല ഓഡിയൻസ് നമുക്ക് കിട്ടിയോണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയി. ഇപ്പൊ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് വ്ളോഗ്സ് ഒന്നും അത്ര ഗുൽസ് വന്നതിന് ശേഷം ചെയ്യാൻ പറ്റില്ല. നമുക്ക് സമയം കിട്ടുന്നില്ല, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നതും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇടക്കൊന്ന് എഡിറ്റ് ചെയ്തൂടെ? ഞാന് പൈസ ചോദിക്കാറുണ്ട്, തരാറില്ല. അപ്പൊ ഞാൻ എത്ര രൂപയാ സാറിന്റെ ചാർജ്? ഞാൻ പ്രൊഡക്ഷനിൽ നിന്ന് കേട്ടുന്നില്ല. എഡിറ്റ് ചെയ്യാനല്ല, ഞാൻ സ്ക്രീൻ സ്പേസിന് വരെ പൈസ ചെയ്യുന്നുണ്ട്. ഞാൻ ബിരിയാണിയിൽ ഒതുക്കാറാണ് പതിവ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാം എന്റെ അക്കൗണ്ടിലെ പൈസ. അല്ല, എനിക്ക് വേറെ പ്രശ്നം, എനിക്ക് വേറെ ആര് ചെയ്താലും എനിക്ക് തൃപ്തിയാവില്ല. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ആള് തന്നെ ചെയ്യാ. ഇപ്പം വേറൊരാള് ഹെൽപ്പ് ചെയ്താലും അതിനകത്ത് വലിയ താല്പര്യമൊന്നും ഇല്ല. അല്ല, അങ്ങനെയല്ല. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞ സമയം ഞാൻ ചെയ്യുന്ന മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതൊരു വീഡിയോ എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് പ്ലാൻ അവര് ചിലപ്പോൾ വേറൊരാൾക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുത്താൽ ചിലപ്പോൾ അത് ശരിയായിക്കോളണമെന്നില്ല. ചിലപ്പോൾ എന്നൊക്കെ നന്നായി ചെയ്യാം, പക്ഷെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ ഹയർ ചെയ്തൊക്കെ വെക്കണം. പിന്നെ ഞാൻ അതാ പറഞ്ഞ, അത്രയും സീരിയസ് ആയിട്ട് ഞാൻ ഇതിനെ കാണാൻ തുടങ്ങിയിട്ടില്ല. എന്നാലും തേസേന്റെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയാ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ? ഇല്ല, നല്ല സപ്പോർട്ട്. ആളും അടുത്താലും തേസേട്ട മോട്ടിവേറ്റ് ചെയ്യും, എടുക്കും. അങ്ങനെയില്ല, എന്നാ ചെയ്യും. തേസേട്ടൻ അത്യാവശ്യം സപ്പോർട്ടീവ് തന്നെയാണ്. ഇപ്പൊ എനിക്ക് പലപ്പോഴും വീഡിയോ എടുത്തു തരുന്നത് തേസേട്ടൻ തന്നെയാണ്. പിന്നെ
നമുക്ക് ഇതിലൊന്നും അങ്ങനെ ഭീകര ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില സമയത്തില്ല ഇങ്ങനെ ബാത്റൂമിലൊക്കെ പോയി വരുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ കിട്ടി, നമുക്ക് ഈ റീൽ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ ഒക്കെ പറഞ്ഞ് ഇടയ്ക്ക് നല്ല നല്ല ഒരു കോൺസെപ്റ്റ് ഒക്കെ എടുത്ത് വരും. പക്ഷെ കൺസിസ്റ്റന്റ് അല്ല, ആൾക്ക് ഇടയ്ക്ക് ഐഡിയാസ് വരും, ഇടയ്ക്ക് ഇതാ അങ്ങനെ. പക്ഷെ എനിക്ക് തേസേനോട് ദേഷ്യമുണ്ട്. എന്തിന്? മറ്റേ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോയില്ലേ നിങ്ങൾ വർക്കലയില്, അന്ന് സർപ്രൈസ് ഭയങ്കര ഇതൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു റിയാക്ഷൻ അത് ആ എനിക്ക് വീഡിയോ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും റിയാക്ഷൻ കിട്ടില്ല. മാളും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത പ്ലാൻ. ഇല്ല, സത്യം പറയല്ല, ഞാൻ അങ്ങനെ എക്സ്പെക്ട്, കാരണം തേസേട്ടന്റെ നേച്ചർ പൊതുവെ അങ്ങനെയാ. ഇപ്പൊ ഞാൻ അതുകൊണ്ടല്ലേ ഫീൽഡ് ഔട്ട് ആയി പോയത് ഒരു സിനിമ. റിയാക്ഷൻ ഒന്നും വരുന്നില്ല. അല്ല, പൊതുവെ തേസേട്ടൻ അങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളൊന്നും. ആൾ എക്സ്പ്രസീവ് ആണ്, പക്ഷെ ക്യാമറ അങ്ങനെയൊക്കെ വരുമ്പോ ആൾ എക്സ്പ്രസീവ് അല്ല. എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളായിരുന്നു തേസേട്ടൻ വെച്ചാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആവില്ലായിരുന്നു. ആൾ എക്സ്പ്രസീവ് ആണ്, പക്ഷെ ആൾക്ക് ഇങ്ങനെ ക്യാമറയും ഇതൊക്കെ വരുമ്പോ ആള് കുറച്ചൊന്ന്. പക്ഷെ അതെനിക്ക് ഓക്കെ, കാരണം അത് ഓരോരുത്തരുടെ കംഫർട്ട് അല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ. പൊതുവെ സർപ്രൈസുകളൊക്കെ കൂടുതലും മാളുവിനാണ് ഇഷ്ടം അല്ലേ? അല്ല, ഞാൻ എന്ത് എക്സ്പ്രഷൻ ആയിരുന്നു ഇടേണ്ടത്? രണ്ട് ഡയലോഗ് ഞാൻ ഹാപ്പിയാണ്. എടുത്ത് പൊക്കിയിട്ട് എറിയായിരുന്നു. ഊഞ്ഞാലിന് കയറ്റാൻ പെട്ട പാടൊന്ന്. ഈ പറഞ്ഞ ജേർണി ഒക്കെ തുടങ്ങി, ഫ്ലാറ്റ് അല്ലെങ്കിൽ നമുക്ക് പുതിയ വീട് നമ്മള് പണിയാനായിട്ട് പോകുന്നു അല്ലേ? അത് അങ്ങനെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൊച്ചു വീട്, 2 bedroom വീട്. ഒറ്റപ്പാലത്ത് നമുക്ക് സ്വന്തമായിട്ട്, നമ്മുടെ തറവാടാണല്ലോ, സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയാനില്ല. ശരിക്കും വീട് പട്ടാമ്പിയാണ്. അത് അച്ഛൻ കല്യാണത്തിന് ശേഷം, അതായത് അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് ശേഷം അച്ഛൻ വെച്ച വീടാണ്. അപ്പൊ അതവിടെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് അറിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാ ഒരു കുഞ്ഞിരു ഔട്ട് ഹൗസ് പോലെ നമുക്ക് വരുമ്പോ ഗുൽസൂനൊക്കെ ഒരു വെക്കേഷൻ ഹോം പോലെ ഉണ്ടാക്കിയാലോ എന്ന് ആലോചന വന്നിട്ടാണ് അങ്ങനെ പ്രൊസീഡ് ചെയ്ത്. കാരണം ഇതിപ്പോ ഭയങ്കരമായിട്ട് ഇല്ലാതെ ആവുന്ന ഒരു സംഭവമാണ് ഈ പാടം, ഈ ഗ്രാമീണ ഭംഗി, ആട്ടിൻകുട്ടികൾ, പശുക്കള്, പിന്നെ അവിടെ നിറച്ചും മയിലുകളുണ്ട്. അപ്പൊ ഭയങ്കര നേച്ചർ, എന്താ പറയാ, ഫ്രണ്ട്ലി, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതെ, ഒറ്റപ്പാലം. അപ്പൊ ഗുൽസൂനും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ എല്ലാതും ഒത്തു വന്നപ്പോ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആ വീട് ഭയങ്കര എക്സൈറ്റഡ്. 2 bedroom ആണെങ്കിലും ഞങ്ങള് പ്ലാൻ ചെയ്ത് ആദ്യമായിട്ടല്ലേ സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഭയങ്കര. ആദ്യം കുഴി കുത്തിയപ്പോ മൊത്തം വെള്ളം. ഞാനിവിടെ ഫുൾ ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ഞങ്ങളുടെ ആഗ്രഹത്തിന്, ഞങ്ങളുടെ ഇഷ്ടത്തിന് പണി കുഴി കുത്തിയപ്പോ ഇങ്ങനെ പറയണ അതല്ല, അവിടെ ഭയങ്കര അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉള്ള സ്ഥലാ. കാരണം കുളവും ഇതും ഭയങ്കര ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്. അപ്പൊ ഒന്നും മാന്തിയപ്പോ തന്നെ വെള്ളം, അപ്പൊ പൈലിങ് ചെയ്യേണ്ടി വന്നു. അത്രേ ഉള്ളൂ. അതിന് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നല്ലതല്ലേ പറഞ്ഞ വെള്ളം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. തേസേട്ടാ, മാളുവിന്റെ മുടിയെ കുറിച്ച്, ആ കാർക്കൂന്തലിനെ കുറിച്ചൊന്ന് വർണ്ണിക്കോ തേസേട്ടാ? മുടിക്ക് എന്ത് ഫാൻസ് ആണെന്നറിയോ? ഞാൻ തുപ്പിയ ഇല്ല മാളു പറഞ്ഞ എനിക്ക് മിക്കവാറും ചീത്ത. ഞാനെന്ത് പറയുന്നു? എന്തായാലും 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ നല്ലതാണ്, അടിപൊളിയാണ്. മാളുവിന് മുടി വെട്ടാൻ പ്ലാൻ ഒന്നും ഇല്ലേ മാളു? എനിക്കോ? ഞാൻ മുടി വെട്ടി എന്നെ പലരും വെട്ടും, അതാ പ്രശ്നം. എല്ലാവർക്കും ഇഷ്ടം മുടി. അല്ല, എനിക്കും മുടി ഇഷ്ടമാണ്. മുടി വെട്ടണ്ട മാളു, ഞാൻ വെറുതെ ചോദിച്ചത്. പക്ഷെ ഞാൻ മുടി വളർത്തുന്ന മാളുവിന് ഇഷ്ടമല്ല. അങ്ങനെയല്ല, മുടി വളർത്തിയ ലുക്കല്ല അല്ലേ? 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 അല്ല, എനിക്ക് തേസേട്ടന് കുറച്ചുകൂടി ഇതാണ് ഭംഗി എന്ന് തോന്നാറ്. ഞാൻ പറയട്ടെ, ആ തേസേട്ടൻ തന്നെ തോന്നും. തേസേട്ടൻ തന്നെ മുടി വളർത്തിയ ഫോട്ടോ കിട്ടി ഏത് അലവലാതി. അതെന്നെ അങ്ങനെ ആക്കിയതാ. അലവലാതിയോ? അല്ല, അലവലാതി ലുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെയാ. ഞാൻ പിന്നെ മുടി അങ്ങനെയല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്ത കാര്യത്തിന് പ്രോത്സാഹിപ്പിക്കാറില്ല. എനിക്ക് നല്ല കാര്യം വെച്ചാൽ നല്ല പറയും, പൊട്ടയച്ച പൊട്ടാന്ന് പറയാം. അല്ലാണ്ട് നമ്മൾ വെറുതെ ബട്ടർ ചെയ്യാൻ വേണ്ടി ഇത് സൂപ്പർ അങ്ങനെ ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന തേസേട്ടന്റെ ഫേസിനും തേസേട്ടന്റെ ക്യാരക്ടറിനും
ഈ കട്ട് ചെയ്ത ഹെയർ സ്റ്റൈലാണ് നല്ലത്. ക്യാരക്ടറിന് മുട്ടയടിക്കുന്നു. അങ്ങനെ ഇല്ല, മൊട്ടയും ഇത് ചേരില്ല. രസമുണ്ട് ദേശേട്ടാ. മൊട്ടയും ചേരും. ചിലർക്ക് മുട്ട നല്ല ഭംഗിയായിരിക്കും, ചിലരുടെ പേഴ്സണാലിറ്റിക്ക് അത് ഭയങ്കര സ്യൂട്ടാവും. പക്ഷെ ദേശാണ് അത് ചേരില്ല. ദേശേന് മുട്ട ചേരില്ല. മുടിയെ പറ്റി ഒരു ഉപന്യാസം തന്നെ. മുടിയെ പറ്റിയിട്ടൊരു 10 മിനിറ്റ് കണ്ടന്റ്. ഇപ്പൊ വ്ളോഗൊക്കെ കാണുമ്പോ ഇപ്പൊ ഒരു ഹസ്ബൻഡ് വൈഫ് ആവുമ്പോ നമ്മള് എല്ലാം വാശി പിടിക്കാൻ പറ്റില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ച് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്ളോഗിലൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ വരുന്ന കപ്പിൾസിനൊക്കെ അതൊരു മോട്ടിവേഷന്റെ ആൾക്കാരാണല്ലോ. അഡ്വൈസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അത് ഏതൊരു റിലേഷൻഷിപ്പിലും ആവശ്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ അമ്മമാരും ഇപ്പൊ നമ്മളായാലും നമ്മൾ ആക്ച്വലി ഡെയിലി ലൈഫിൽ ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കുന്നുണ്ട്. നമ്മളത് ഭയങ്കര ഒബ്വിയസ് ആയിട്ട് നമ്മൾ അതിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാവിടെയും ഒരു വർക്ക് സ്പേസിലില്ലേ? അതെ, തീർച്ചയായും എല്ലാവിടെയും വേണ്ട ഒരു കാര്യമാണത്. റോഡിലില്ലേ? അതുണ്ട്, ഉണ്ട്. അല്ലെങ്കിൽ ഫുള്ള് അടിച്ച് ബഹളമാവില്ലേ? അതിപ്പോ എനിക്ക് തോന്നുന്നു അതാണ്. ഇവിടില്ലേ? ഞാനിവിടെ കാര്യമായിട്ട് പറഞ്ഞു. എന്റെ കൃഷ്ണ ക്ഷമിക്കണം ഞങ്ങളോട്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാൻ എന്തോ അപ്പൊ അതൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണത് മുന്നോട്ട് പോവാൻ. ഇപ്പോഴും നിങ്ങളെ അഡ്വൈസ് ഒന്നും തന്നില്ല. അഡ്വൈസ് ഞാനിക്കൊക്കെ ഇനി കല്യാണം കഴിക്കാനുള്ള കല്യാണം കഴിക്കണ്ടെന്നൊരു അഡ്വൈസ്. അങ്ങനെ പ്ലാൻ ഇല്ല, എന്നാലും ഞാൻ വെറുതെ ചോദിച്ചതാ. നമ്മളിപ്പോ പിടിവാശി പിടിച്ച എന്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കണം, അല്ലെങ്കിൽ തേസാട്ടിന്റെ ഇഷ്ടങ്ങളെല്ലാം നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായാലും വേണം. ആരെയും മുകളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്റെ ഇഷ്ടങ്ങൾ തേസാടിന്റെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. തേസാടിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്തായാലും വേണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കരിയർ അല്ലെങ്കിൽ നമുക്ക് അത്രയും വലിയ വലിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക കടിച്ചു പിടിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും നിൽക്കരുത്. പക്ഷെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ആവശ്യമാണ് നല്ല രീതിയിൽ പോകണമെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പെറന്റ് ആവുക, അതാണ് വലിയൊരു കാര്യം. ട്രാൻസ്പെറൻസി വരുമ്പോൾ തന്നെ വിശ്വാസം അവിടെ വരും. പിന്നെ അങ്ങനെയൊക്കെ പിന്നെ പരസ്പരം റെസ്പെക്ട് ചെയ്യുക. ഇപ്പൊ പ്രായം കുറവോ കൂടുതലോ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് വിട്ടു എന്നും രാവിലെ അതല്ല ഉദ്ദേശിച്ചത്. അല്ല നിക്ക് ഒരു 2 അഡ്വൈസാ. നീ വലിയ ഞാനിവിടെ കഷ്ടപ്പെട്ട് പറയുമ്പോ അതിന്റെ ഇടയിൽ കയറി 2 അഡ്വൈസ് ശ്രദ്ധിച്ചോളൂ. തേസേന്റെ അഡ്വൈസ് ആണ് തരാൻ. അതെല്ലാം മനസ്സിലായില്ല. അഡ്വൈസ് ഫോർ എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അഡ്ജസ്റ്റ്മെന്റ് അതിലിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ്സ്. അല്ല, അതൊക്കെ വഴിയെ വന്നോളൂ. നമ്മള് ഏത് വഴി? ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂവിന് മര്യാദയ്ക്ക് ഇരിക്കുന്നില്ലേ, അതേപോലെ വന്നോളൂ. അത് ഇവിടത്തെ അല്ല, ഞാൻ കപ്പിൾസിന്റെ കാര്യം ചോദിച്ചു. ഉപദേശം കപ്പിൾസിന് വരുന്ന പാറൂനൊക്കെ ഇനി കല്യാണം കഴിക്കാനുള്ളതാണ്. സക്സസ്ഫുൾ ആയ ദാമ്പത്യ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ രഹസ്യം 2 രഹസ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. 2 വർഷം ആയുള്ളൂ. 2 വർഷം എന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷം. അതിന്റെ ഏറ്റവും നല്ല വിജയം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പകുതി വർഷവും ഷിപ്പിലായിരിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 1 വർഷം ഒന്നിച്ചുണ്ടായിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല. അപ്പൊ ഗുൽസൂന് ആ കൗണ്ടർ ഇഷ്ടപ്പെട്ട് എൻഗേജ്ഡ് ആയിരുന്നു, ബിസി ആയിരുന്നു. പ്രഗ്നൻസി സ്കാനിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ ഇത് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിയാവും. അതാണ് ഞാൻ ഒന്നും ചോദിച്ച ചോദ്യം എന്താ പറഞ്ഞത്, ഉത്തരം എന്താ? തേച്ചേട്ടൻ പറഞ്ഞോളൂ. തെറ്റായ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എനിക്ക് ആൾക്കാരെ ഉപദേശിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് ഉപദേശം കിട്ടുന്നത് ഇഷ്ടം. ഞങ്ങൾക്ക് ഉപദേശം ഒന്നും വേണ്ട, ഞങ്ങൾക്ക് 2 അഡ്വൈസ് പറഞ്ഞു. അന്ന് അങ്ങനെ പറയാം, ചിപ്സ് ഒക്കെ ചോദിക്കുമ്പോ എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ പലരും പല രീതിയിലായിരിക്കില്ല ജീവിക്കുക. അപ്പൊ നമ്മൾ അതിൽ കയറി ചൊറിഞ്ഞു നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. നോട്ട് ദ പോയിന്റ്. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാന്ന്. അപ്പൊ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, സന്തോഷത്തോടെ ജീവിച്ചാൽ മതി. ആത്യന്തികമായി അതല്ലേ വേണ്ടത്. അതെ, നല്ല പോയിന്റ് ആയിരുന്നു. മാളുവിന്റെ ഭർത്താവിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം. അതെ, അഭിമാനിച്ചാണിങ്ങനെ കോരിത്തരിച്ചിരിക്കും. മാളു, തേസേന്റെ ഹോബി എന്തൊക്കെയാ? എന്റെ ഹോബിയാ പറയണോ? വേണ്ട, പറയണോ? റീഡിംഗ് ബുക്സ്. പുസ്തകമൊക്കെ വായിക്കുമായിരുന്നു പണ്ട്. പിന്നെ മൊബൈൽ പഠിക്കുമ്പോ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കുമായിരുന്നു. എന്താന്ന് പറയാ, നമ്മുടെ കയ്യിൽ ഇപ്പം മൊബൈൽ വന്നിട്ട് എല്ലാം നമുക്ക് ഈസിലി ആക്സസിബിൾ ആയപ്പോ നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് വായിക്കാനൊന്നും നിൽക്കില്ല. ഇപ്പൊ റീല് തന്നെ ഉണ്ടല്ലോ, 1 മിനിറ്റിനകത്ത് ഇതുണ്ടല്ലോ, മൊബൈലില് ബുക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഇ ബുക്സും മറ്റേ എന്താ പറയാ, കിൻഡിലോ, എന്താ കിണ്ടി
എന്ത് സാധനം കിൻഡിലോ അത് വിട്ടേക്കു കയ്യിൽ നമ്മള് വേറൊന്നും പറയുന്നു. ഇല്ല ഞങ്ങൾ ഓക്കെ. ഓ ഞങ്ങളതൊന്നും പറയണ്ട, ഞങ്ങൾ ആദ്യം എന്താ പറഞ്ഞെന്ന് ഞാൻ കേട്ടതാ മാമ്പഴം കണ്ടപ്പോ തന്നെ. അപ്പോ ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്, വായിക്കുന്ന എന്റെ ഹോബീസ്. ഞാനല്ലേ പറയണ്ടേ ഇപ്പോഴത്തെ ഹോബി എന്താ വൃത്തിയായിട്ട ഗെയിമിന്റെ പേര്? ക്യാൻഡി ക്യാൻഡി ക്രഷ് ഒന്നല്ല, ഏതോ ഒരു കൂതറ ഗെയിം. ഹോംസ്കേപ്സ്. അത് ക്യാൻഡി ക്രഷ് പോലത്തെ ഒന്നുമില്ല, കൊറേ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് അതിന്റെ എത്ര 1 ലക്ഷം എന്തോ ലെവല്, 1 ലക്ഷം 17,000. അത്രേ ഉള്ളു. എന്തായാലും രാവിലെ തൊട്ട് ഇതാണ് ഈ ഗെയിമിൽ അഡിക്റ്റ് ആണ്. അല്ല ഞാൻ ഇപ്പൊ അങ്ങനെ കളിക്കാറില്ല. അതിപ്പോ ഓരോ ഗുൾസ് വന്നതിന് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുവരെ നേരത്തെ എനിക്ക് ഒരു ടൈം പാസ് ഇല്ലായിരുന്നു. ഈ ഗെയിം ഇതന്നെ ഹോബി. അതെന്റെ ഒരു സ്ട്രെസ് റിലീഫ് ആണത്. കാരണം അതിന് സ്ട്രെസ് തുപ്പി കാണിച്ചാ വേണ്ട, വിഷു ഒക്കെ അല്ലേ, നമുക്ക് ഇച്ചിരി മര്യാദക്ക്. അപ്പൊ നേരത്തെ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഭയങ്കരമായിട്ട് ഭ്രാന്തായിട്ട് ഇരിക്കുമ്പോ ഒന്നെങ്കിൽ പണ്ട് നേരത്തെ സിനിമ കാണുമായിരുന്നു. പിന്നെ ഒരുപാട് സിനിമ ഭയങ്കരമായിട്ട് നല്ല സിനിമ. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ സിനിമ കാണാനായിട്ട് നമുക്ക് പണ്ടത്തെ പോലെ പറ്റില്ല. മറ്റേ ഞാൻ ഏത് ചവറ് സിനിമ ഇരുന്ന് കാണും. അല്ല ഏത് സിനിമയും കാണും. അത് കുഴപ്പമില്ല. അല്ല ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. അതിനകത്ത് ഇത് കൊള്ളില്ല, ഇതിനകത്ത് അത് കൊള്ളില്ല. അപ്പം നമ്മൾക്ക് രണ്ടുപേർക്കൂടെ പറ്റുന്ന സിനിമയെ കാണാൻ പറ്റും. അങ്ങനെ സിനിമ കാണൽ നിർത്തി ഇപ്പൊ പൊതുവെ. സിനിമ നിർത്തിയ ഏത് സിനിമ റിലീസ് ചെയ്താലും ഫസ്റ്റ് ഷോ ഇല്ല, പക്ഷെ ഫസ്റ്റ് ഡേ പോയി കാണും. അല്ല എന്നാ അതിന് ഓരോരുത്തരുടെ ഹോബി അല്ലേ അത്. തേച്ചേട്ടന് അത് ഇഷ്ടമാണ്. പിന്നെ ഈ ഗെയിം കളിക്കല്. ആക്ച്വലി ട്രാവലിംഗ് ഇഷ്ടമുള്ള ആളാണ്, പക്ഷെ ഇപ്പൊ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പോവാൻ പറ്റുന്നില്ല. ദുബായ്, പിന്നെ തായ്ലൻഡും ദുബായൊക്കെ തന്നെ പോയിട്ട് ഞങ്ങളവിടെ സ്കൈ ഡൈവ് എങ്ങനെ ഉണ്ടായി മാളു? കിട്ടില്ല, മസ്റ്റ് ട്രൈ. അതായത് ലൈഫില് അതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ ചെയ്തിരിക്കണം. എനിക്ക് താഴെ നോക്കുന്ന ഇഷ്ടമാണ്. ഞാൻ ഇതിലും അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അതിനകത്തൊരു എക്സൈറ്റ്മെന്റ്. അല്ലാണ്ട് പേടിച്ചിട്ടല്ല, ശരിക്കും പേടിച്ചിട്ടല്ലായിരുന്നു ചെയ്യാണ്ടിരുന്നത്. അല്ല ഞാൻ കോസ്റ്റ് നോക്കിയിട്ട് ചെയ്യായിരുന്നു. പറയാ വെറുതെ മറ്റേ എന്താ സ്വർണത്തിന്റെ കാപ്പിയൊക്കെ പോയി കുടിക്കാനോ അതിന് 1000 രൂപയല്ലേ ഉള്ളൂ. എനിക്കറിയാം. പിന്നെ അതുകൊണ്ട് എന്റെ ഏട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ അന്ന് ഇതേപോലെ കല്യാണത്തിന് കുറെ നാൾ മുമ്പ് വന്നിട്ട് അന്ന് ഒരു റാങ്ക് കൂടെ താഴെയായിരുന്നു ഞാൻ. അപ്പം അക്കൗണ്ടൊക്കെ ഇങ്ങനെ തീരാറായി നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ പല അഡ്വഞ്ചർ ഒഴിവാക്കി. അതൊന്നും അല്ല കേട്ടോ, സത്യമായിട്ട് ഉള്ളില് ആദ്യം ഒരു ധാരണയില് അതൊരു മറയാ. ചെറിയ പേടിയൊക്കെ ഉണ്ട് ആൾക്ക്. ആള് പേടിന്ന് പറഞ്ഞാൽ ആക്ച്വലി നല്ല പേടിയാണ്. എന്നെ പറയാ എനിക്ക് ബുദ്ധി ഇല്ലാത്തോണ്ട് ഇതിനോടൊക്കെ ഇഷ്ടം. മീൻസ് എനിക്ക് ഹൊറർ ഫിലിംസ് ഒക്കെ പേടിയാ, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും പേടിയില്ല. അപ്പൊ തേച്ചേട്ടൻ പറയാം ബോധമില്ലാത്തോണ്ട് ഹൊറർ ഫിലിം ആലോചിച്ചറിഞ്ഞൂടെ, അതൊന്നും സംഭവിക്കില്ല. പക്ഷെ ഇതല്ലേ ആക്ച്വലി എന്തെങ്കിലും പറ്റാനൊരു ചെറിയൊരു ആക്സിഡന്റ്സ് ഒക്കെ പറ്റുന്ന ഇപ്പൊ. കാരണം ഇതൊന്നും ഒരിക്കലും 100% സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം വണ്ടർലയിലൊക്കെ കയറുമ്പോൾ ഞാൻ ഈ തലകുത്തിക്കുന്ന സാധനങ്ങളിലൊന്നും കയറില്ല, പക്ഷെ ആൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതേസമയം ഹൊറർ സിനിമ കാണുന്ന 4D സംഭവങ്ങളൊക്കെ അവിടുത്തെ 4D അല്ലെങ്കിൽ പണ്ട് ഈ ബാലരമ അപ്പം ഞാൻ ബേസിക്കലി പിള്ളേരുടെ ബുദ്ധിയാന്ന് പറയും. കാരണം എന്താണ് പ്രശ്നം എന്നുള്ള ആൾക്ക് മനസ്സിലായിട്ട്. ഇഷ്ടങ്ങളല്ലേ, അങ്ങനെയൊക്കെ നോക്കുന്ന ജീവിക്കാൻ പറ്റും. അത് നിങ്ങൾ പിന്നെ എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ആൻസർ പറയുന്ന എല്ലാം നിഷേധിക്കുമല്ലോ. കുറ്റം മിണ്ടാതിരുന്നാലും കുറ്റം. ഇനി കുറച്ച് ഒരു റാപ്പിഡ് ഫയർ പോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളൂ. ഓക്കെ. ഐ ലൈക്ക് ഇറ്റ്. ന്യൂ യു ഹാവ് ലേൺഡ് ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ്. ക്ഷമ. നോട്ട് ദ പോയിന്റ്സ്. ക്ഷമയോ? മുന്നുണ്ടായിരുന്നില്ല. നന്നായി ക്ഷമിക്കാൻ പാടില്ല. എന്താ പലതും ഇങ്ങനെ കടിച്ചു പിടിച്ചു പറഞ്ഞു മാളു, തുറക്കങ്ങട്. എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പുതിയതായിട്ടൊന്നും പഠിച്ചില്ല. ഞാൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പഠിച്ചു. ഇപ്പൊ തേച്ചേട്ടന്റെ മൂഡൊക്കെ നോക്കി, അതായത് മറ്റേത് അമ്മമാര് നമ്മൾ ഫുൾ ഫ്രീ അല്ലേ, മറ്റേ പോത്തിന്റെ കൂട്ട ഓരോ സമയത്തും മൂടും എന്തൊക്കെ ഇരുന്നു അതല്ല
നമ്മുടെ കൂടെയുള്ള ആളെയും ആളുടെ കംഫർട്ടും എല്ലാം നോക്കി കുറച്ചുകൂടി ഞാൻ കോൺഷ്യസ് ഇപ്പൊ നമ്മുടെ ഒപ്പമുള്ള ആള് ഒരു ഡിസ്കംഫർട്ട് വരരുത് എന്നുള്ള അത് ചിന്തിക്കുന്ന നല്ല കാര്യല്ലേ. അതെ അതെ. മറ്റത് അമ്മയും ഞാനും ഒക്കെ അങ്ങനെ ഒരു ലൈഫായിരുന്നില്ലേ. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഹാബിറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സന്തോഷിപ്പിക്കുന്ന ഒരു ഹാബിറ്റ്. ഭക്ഷണം എന്നെ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഓർഡർ ചെയ്യാലോ. അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആ. അതായത് ഇപ്പൊ തേസേട്ടൻ ചെയ്യുന്ന എനിക്കും ഞാൻ ചെയ്യുന്ന തേസേട്ടനും ഇഷ്ടമുള്ള ഒരു കാര്യം. എനിക്ക് മാള് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമാണ്, മാളുവിന് ഇഷ്ടമല്ല. ഞാൻ പൊട്ട മാർക്കിട്ട് ഒരു ചോദ്യത്തിന് പോലും നല്ല ഉത്തരം ഈ കുട്ടി തന്നിട്ടില്ല. സ്കൂളിലും ഇങ്ങനെ തന്നെയായിരുന്നു. അതെ, അതുകൊണ്ടല്ലേ എനിക്ക് തേസേട്ടന്റെ ഈ ഹ്യൂമർ സെൻസ് ശരിയാട്ടോ. ഭയങ്കര. വീട്ടിലായാലും ഇങ്ങനെ ഇടയ്ക്ക് കൗണ്ടർ കടിക്കും ഞാൻ തന്നെ, കൊള്ളാലോ ഇത് ഇവിടെ തന്നെ കണ്ടില്ലേ ആദ്യം വന്നപ്പോ മാമ്പഴം കണ്ടപ്പോ അല്ല നമ്മൾ ഭയങ്കര ജോയ്ഫുൾ ആയിട്ടിരിക്കും എപ്പോഴും. അതുപോലെ എന്റെ ഇഷ്ടമുള്ള ഒരു കാര്യം ചേട്ടാ നേരത്തെ തന്നൂടെ. ഇപ്പൊ ഇറങ്ങിപ്പോ ചോദിക്കണേ, ഞങ്ങൾ ഇന്ന് ഇപ്പൊ ഇവിടെ വെച്ചിട്ടാ കാണുന്നത്. എനിക്ക് ടെൻഷൻ അതെ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവണ്ട. ഞാൻ സ്ഥിരം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം തേസേട്ടന് സന്തോഷമുള്ള വ്ളോഗ്. ഞാനും വരാം. അല്ല ഞാൻ എനിക്ക് സന്തോഷമുള്ള, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ മാളു ഭയങ്കര പ്രാക്ടിക്കലാണ് എല്ലാ കാര്യത്തിലും. അപ്പൊ എനിക്ക് ആദ്യമേ പറഞ്ഞാ പോരെ, എന്തിനാ ഇത്ര ബിൽഡപ്പ്? അല്ല ഞാൻ തന്നെ ഒന്ന് സീരിയസ് ആവണ്ടേ ഇത് പറയാൻ. അപ്പൊ മാളു ഭയങ്കര പ്രാക്ടിക്കലാണ് എല്ലാ കാര്യത്തിലും. ഇപ്പം നമുക്കൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. ആൾക്കെല്ലാം സെൽഫ് ഏബിൾ ആണ്. ആ സെൽഫ് ഏബിൾ ആയിട്ടുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ട് ആക്കും. ഇപ്പം കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആൾക്ക് ഡ്രൈവ് ചെയ്ത് പോകാം, ആൾക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാം സിറ്റുവേഷൻ. ഇപ്പം ഈ ഇന്റർവ്യൂവിന് തന്നെ ആണെങ്കിൽ ഇപ്പം ഞാനൊരു മോശമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ആൾക്കത് എൻ്റെ ഇപ്പം എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ള രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. അപ്പോൾ അതൊരു ഭയങ്കര ഒരു നല്ലൊരു എബിലിറ്റിയാണ്. അതെന്റെ അമ്മയും പറയാറുണ്ട്. ആദ്യമേ പറഞ്ഞാ പോരായിരുന്നു, എന്തിനും ഞങ്ങൾ എന്താ പ്രശ്നം എന്നറിയാം, ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിലപ്പോ അവിടെ നമ്മൾ ഇരിക്കുമ്പോ സംസാരിക്കുമ്പോ എന്റെ അടുത്ത് സീരിയസ് ആവല്ലേ എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ കുഞ്ഞു കളിച്ച് ഞാനിപ്പോ ഒരു പൂക്കി മൂഡിലേക്ക് ഞാനിപ്പോ ഫ്ലാറ്റിലേക്ക് ഇങ്ങനെ പണ്ട് കുറച്ചുകൂടി ഞാൻ പണ്ട് സംസാരിക്കുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടെല്ലാം സംസാരിക്കും. ഭയങ്കര വസ്തുനിഷ്ഠമായിട്ടുള്ള സംസാരമൊക്കെ. പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോ എന്റെ അടുത്ത് പറയാം അങ്ങനെ സംസാരിക്കല്ലേ. ഞാൻ പിന്നെ എങ്ങനെയാടാ സംസാരിക്ക, പിന്നെ അങ്ങനെ ആയി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇത്രയും വ്ളോഗ് ചെയ്തല്ലോ, ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു വ്ളോഗ് ഏതായിരുന്നു? എല്ലാ വ്ളോഗും എൻജോയ് ചെയ്തിട്ടൊക്കെ തന്നെ എടുക്കാറ്. തായ്ലൻഡ്, ദുബായ് വ്ളോഗ്സ് ആയിരിക്കും. അതായത് ട്രാവൽ ചെയ്യുമ്പോ എടുക്കുന്ന വ്ളോഗ്സ്. തായ്ലൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് സോളോ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോലെ ആദ്യത്തെ ട്രിപ്പാണല്ലോ. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ലാസ്റ്റ് ഞങ്ങൾ പൈസ ഒക്കെ തീർന്ന് പാപ്പരൊക്കെ ആയ അവസ്ഥയിൽ ഞങ്ങൾ കുറച്ച് ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്തല്ലേ? അല്ല ലക്ഷറി ആയിരുന്നു. അതെന്താ പറ്റിച്ച നമ്മള് ഒരു പാക്കേജ് വഴിയെ പോയത്. പാക്കേജ് ഒരു എന്താ പറയാ, ട്രാവൽ ഏജൻസി വഴിയെ പോയത്. അപ്പൊ യൂഷ്വലി അവര് തരുന്ന ഹോട്ടലല്ല, ഞങ്ങൾ കുറച്ച് സൂപ്പർ ഹോട്ടൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തു ഒരു ഹോട്ടൽ. പക്ഷെ കിട്ടില്ല, റിസോർട്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ടായിരുന്നു 6,000 തായ് ബാത്ത്. ഓൾമോസ്റ്റ് എന്തോ 15,000. എന്റെ കാർഡ് ഇന്റർനാഷണൽ കാർഡ്, അതെല്ലായിടത്തും വർക്ക് ചെയ്യുന്നുള്ളൊരു. അത് വർക്ക് ചെയ്തുമില്ല. ഇവര് ഈ ഡെപ്പോസിറ്റിനായിട്ട് ഇത്രയും 6,000, അതെന്തോ 15,000 എന്തോ പൈസയുടെ അടുത്ത് വരും തോന്നുന്നു. അത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനും പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഉള്ള എക്സ്പെൻസ് ചെക്ക് ഔട്ട് ചെയ്യുമ്പോ തരും, പക്ഷെ അവിടേക്ക് നമുക്ക് വേണ്ടേ. അവസാനം ഞങ്ങള് പൈസ ഇല്ലാണ്ട്
എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ കോയിനൊക്കെ എടുത്ത് ഡോമിനോസ് പോയി pizza ഹണിമൂൺ ആയിരുന്നു. തുടക്കമൊക്കെ വൻ ലക്ഷറി. അവസാനമായപ്പോ നമുക്ക് ഇവിടെ പോയി ഇത്ര പൈസ എത്ര ചില്ലറൊക്കെ പോക്കറ്റ് നൈസായിട്ട് മെനു ഒക്കെ നോക്കിയിട്ട് ഇത്രയും പൈസ ഇല്ല ഡോമിനോസില് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അന്ന് എങ്ങോട്ട് പോവാ. അല്ല പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഇത്രയും വ്ളോഗ് ചെയ്തല്ലോ, ഓഡിയൻസ് കാണാത്ത ഒരു ബിഹൈൻഡ് ദ സീൻ മൊമെന്റ് വ്ളോഗിലോ? മാള് ചിലപ്പോ കട്ട് ചെയ്ത് കളഞ്ഞത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് ഈ പല തേസേട്ടന്റെ കൗണ്ടറുകള്. ഞാൻ പറയുന്ന എന്തൊക്കെയാലും ഇപ്പൊ നമ്മുടെ 100% ഈ വ്ളോഗിൽ നിക്കാൻ പറ്റില്ല. ഒരു 99% ബാക്കി 1% അതെ ഉറപ്പായിട്ട്. അപ്പൊ അതായിരിക്കും നമ്മുടെ എന്റെ ഭാഗങ്ങളാണ് അതെ പറയുമ്പോ കൊറേ ഉണ്ടാവും. പക്ഷേ ഭയങ്കര കൗണ്ടറൊക്കെ ചിലത് അടിച്ചു കഴിഞ്ഞാ ചെലപ്പോ അത് കട്ടി, അല്ലാണ്ട് വേറൊന്നും ഇല്ലല്ലോ. നമ്മള് ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിച്ചു കളയും, പിന്നെ ആലോചിക്കുക. ഓ ഇത് പറയാൻ പാടില്ല. നിങ്ങളുടെ ജേർണി ഒരു സീരീസ് ആക്കുകയാണെങ്കിൽ അതിന് എന്ത് പേരിടും? ദുരന്തം. ഇതാണ് കട്ട് ചെയ്ത് കളയുന്നത്. മനസ്സിലായി. ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്ത് ദുരന്തം എന്നൊക്കെ നമ്മളുടെ ജീവിതമാണോ? അല്ല ഇപ്പൊ മനസ്സിലായില്ലേ എന്താ കട്ട് ചെയ്ത് കട്ട് ചെയ്തോട്ട് മാളും ഇങ്ങനത്തെ ജീവിതം ഒരു സീരീസ് ആക്കുകയാണെങ്കിൽ ഇത്രയും വരെയൊക്കെ ആയില്ലേ. സുഖവും ദുഃഖവും ചിന്തിത് നാടകവും ഭയങ്കര ടഫ്. നമുക്ക് കുറച്ച് ആലോചിക്കേണ്ടി വരും. എന്നാ നിങ്ങൾ ആലോചിക്കേ. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇന്ന് രാത്രി എന്നാലും നമ്മുടെ ലൈഫിന് എന്ത് പേരിടും? ഞാൻ മിറാക്കിൾ നിടും. വിസ്മയം. ഒരു ഡേ സ്വിച്ച് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും? മാളു തേസേട്ടനായും തേസേട്ടൻ മാളുമായിട്ടും. നമ്മളൊരു ഇതിഹാസ സിനിമയിലൊക്കെ അങ്ങനെ ഒന്ന് സ്വിച്ച് ആയി എന്ന് വിചാരിക്കാം. ഞാനൊന്ന് ഷിപ്പിൽ പോയി എന്തൊക്കെ പണിന്നൊക്കെ നോക്കിട്ട് വരും. എന്താ പണിന്നല്ലേ പറയുന്ന പണിയൊക്കെ ഉണ്ടോന്ന് അറിയണമല്ലോ. പണിയുണ്ടോന്നൊക്കെ ഒന്ന് നോക്കിട്ട് ആ യൂണിഫോം ഒക്കെ എന്നിട്ട് ബെല്ലാസ്റ്റിംഗ് ഒക്കെ മോണിറ്റർ ചെയ്ത് അവിടുത്തെ ബങ്കറിംഗ് ഒക്കെ മോണിറ്റർ ചെയ്ത് അവിടുത്തെ ഫിൽറ്റർ ഒക്കെ ചോക്ക ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ ടേംസ് പഠിച്ചു വെച്ച അതൊക്കെ നോക്കും. ഇനി എന്റെ ആവുമായിരുന്നെങ്കിൽ എന്താവും? കുക്കിംഗ് പഠിക്കും. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ പാല് കൊടുക്കും. അതെനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മാള് പോവാണ്. അല്ല ഞാൻ കാര്യമായിട്ടുള്ള കാര്യമില്ല. അല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മാളു അത് ശരിയല്ലേ? അല്ലേ മനസ്സിലാക്കണ്ടേ? ശരിയാ. അല്ല അത് ഭയങ്കര വലിയ ഫീൽ ആട്ടോ നമുക്ക്. ഒരു അമ്മയുടെ ഞാൻ പറയുന്നത് നിങ്ങക്ക് ഇപ്പൊ പിടികിട്ടത്തില്ല. അതല്ല, നമ്മൾ ഈ ഫൺ മോഡിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴാ ചിരി വന്നു കേട്ടോ. അതായത് ശരിയാണ്, അത് ഭയങ്കര ഒരു ഭാഗ്യ. അത് ഭയങ്കര ഒരു ഭാഗ്യ. ആദ്യം കട്ട് ചെയ്തു. നമ്മളിപ്പോ ഒരു ഹ്യൂമൻ ബീങ് അല്ലേ, നമ്മളെ പോലെ ഒരാളെ നമ്മൾ വയറില് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് അവരെ നമ്മൾ ഫീഡ് ചെയ്യാന്ന് പറയുന്നത് ഈ ലോകത്തിൽ തന്നെ ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളയും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം. ശരിയാ, സോറി. ആദ്യം നമ്മൾ എന്താ വെച്ചാൽ തമാശ മോഡിൽ ഇരുന്നോണ്ട് ചിരിച്ചതാ. സോറി കേട്ടോ, ക്ഷമിക്കണം. ഇതില് തേസണ് ഭയങ്കര സപ്പോർട്ടായിരിക്കും മാളു. നമ്മൾക്ക് ചീത്ത വെക്കും. അതെ അല്ല അത് ശരിയായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ആലോചിച്ചു, ഞാൻ പറഞ്ഞ വലിയ കാര്യം ശരിയാണ്. അതെങ്ങനെ കൊടുക്കുന്ന അപ്പൊ അവര് നമ്മളെ നോക്കുന്ന നോട്ടൊക്കെ ഇല്ല, അതെനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് നമുക്കത് മറക്കാൻ പറ്റില്ല. ആ ഒരു പ്രോസസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെയാ മാളു ഇങ്ങനെ നോക്കിയിരിക്കോ? നല്ല രസമാണ് അത്. നമുക്കൊരിക്കലും ഇപ്പൊ മദർഹുഡ് എന്നുള്ള പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതാക്കാൻ പറ്റില്ല. അത് അതൊരു ഭാഗ്യമാണ്. ദൈവത്തിനോട് നന്ദി. സപ്പോർട്ട് ചെയ്യാൻ ഞാനുണ്ടെന്ന് പറയാം. പിന്നെ സപ്പോർട്ട് നെടുന്തൂണുള്ളതുകൊണ്ട് നമ്മള് വളരെ ഹാപ്പി ആയി പോകും. 1 പോസിറ്റീവ് ആൻഡ് 1 നെഗറ്റീവ് അബൌട്ട് തേസനെ കുറിച്ചും മാളിനെ കുറിച്ചും. ബാറ്ററി ഒരു സൈഡിൽ പോസിറ്റീവ്, ഒരു സൈഡിൽ എന്താ ഇവനെ കൊന്നാല് ഇറങ്ങി പോടാ എന്റെ സ്റ്റുഡിയോ. തേസേട്ടനെ പറ്റി ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. ആദ്യം പറ്റി പറയും. പോസിറ്റീവ് നെഗറ്റീവ്. ആദ്യം നെഗറ്റീവ് പറഞ്ഞു. നെഗറ്റീവ് മാളു ഭയങ്കര ഇമോഷണൽ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും. ചെറിയ ചെറിയ കാര്യങ്ങൾ
അങ്ങനെ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആള് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വേറെ ഒന്നും ബോധറാവേണ്ട ആവശ്യം. ഇപ്പൊ ഷോപ്പിങ്ങിന് പോയാലും എവിടെ ആയാലും ഇപ്പൊ എനിക്കുള്ള ഡ്രസ്സ് വേണേലും ആൾ എടുത്തോണ്ട് വരും. ആൾ എടുക്കുന്നതെല്ലാം ശരിയായിരിക്കും എന്ന് നമുക്കൊരു വിശ്വാസമുണ്ട്. അതൊരു വലിയൊരു പോസിറ്റീവാണ്. അതെ, നൈസ്. ഓ മാളു. അല്ല ഞാൻ പറയാം നെഗറ്റീവ് ആദ്യം പറയണം. ആളെല്ലാം ഇപ്പൊ ഇമോഷൻ, അതൊരു കൈൻഡ് ഓഫ് ഇമോഷണലി ഇതാണ്. എല്ലാം ഭയങ്കരമായിട്ട് ചിലപ്പോ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഹാർട്ടിലേക്ക് എടുക്കും, ഉള്ളിലേക്ക് എടുക്കും. ഇപ്പൊ ചിലരിപ്പൊ തമാശക്ക് എന്തെങ്കിലും പറയും, പക്ഷെ ആളത് ഭയങ്കര ചിലപ്പോ കളിയാക്കില്ലേ നമ്മള്, ചെറുതായിട്ടത് ഭയങ്കരമായിട്ട് അകത്തേക്ക് എടുക്കും. പിന്നെ ആ ഒരു ഇതിങ്ങനെ അകത്ത് കിടന്നിങ്ങനെ ഞാൻ അകത്തേക്ക് എടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയാം. നമ്മളെല്ലാരെയും റെസ്പെക്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പൊ നമ്മളൊരു സ്ഥലം, ജാതി, വർണ്ണം അങ്ങനെയൊന്നും വെച്ചിട്ട് ഒരിക്കലും ഒരു കോമഡി പറയാൻ പാടില്ല. ഒരാളുടെ സ്ഥലം ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ്, ഒരാളുടെ ജാതി ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം അതിപ്പോൾ എത്ര വലിയ തമാശ എന്ന് പറഞ്ഞാലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി ഒരിക്കലും അങ്ങനത്തെ തമാശ പറയുന്ന ആളല്ല. ഇപ്പം ഞാൻ എന്നെ അപമാനിച്ച് പറഞ്ഞാലും ഞാൻ വേറൊരാളെ അപമാനിച്ച് പറയില്ല. അപ്പം അത് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീലാവും. ആ ഫീലാവുമ്പോൾ അത് എൻ്റെ മുഖത്ത് കാണാനും പറ്റും. ചിലപ്പോൾ ഞാൻ പ്രതികരിക്കും, മാക്സിമം ഞാൻ പ്രതികരിക്കാതിരിക്കാൻ നോക്കും. വോയിസ് റേസ് ചെയ്യല്ല ചെയ്യുക, ഞാൻ മിണ്ടായിരിക്കുക ചെയ്യുക. അത് പക്ഷെ കൂടുതൽ പവർഫുൾ ആണ്. സത്യം. അല്ല അങ്ങനെ അതിന്റെ കാര്യമില്ല, ഞാൻ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ചേട്ടാ ഞാൻ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതല്ല മൂപ്പരത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എല്ലാരും സീരിയസ് ആയിട്ടിരുന്ന് കേൾക്കുന്ന അല്ല, അത് ആക്ച്വലി പോയിന്റ് ആണ്. ഞാനതല്ല ഉദ്ദേശിച്ചത്. അല്ല ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു രീതി, പിന്നെ അതിങ്ങനെ മനസ്സിൽ കിടക്കും. അതാ മെയിൻ. ഇപ്പൊ എനിക്ക് ഒരു അടി ഉണ്ടായാലും അത് കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ആളിങ്ങനെ ചെറുതായിട്ട് അതിങ്ങനെ അകത്ത് കിടക്കും. അത് പക്ഷെ പിന്നെ അത് മറക്കും. അതാണ് ചെറിയൊരു നെഗറ്റീവായിട്ട്. പിന്നെ നെഗറ്റീവ് ഇല്ലാത്ത ആൾക്കാർ ഇപ്പൊ എനിക്ക് എന്റെ പറയാന്ന് വെച്ചാൽ നമുക്കൊരു ലോഡ് ഉണ്ടാവും, എല്ലാവർക്കും ഉള്ള. പോസിറ്റീവ് ഒരുപാടുണ്ടല്ലോ. അതിന്റെ അർത്ഥം മാളുവിന്റെ പറഞ്ഞോളൂ. എന്റെ സ്കിൻ നല്ലത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യും ആരെ എന്നെ. എടുത്തു നന്നായി നമ്മുടെ കാര്യങ്ങളൊക്കെ കെയർ ചെയ്യും. ഇപ്പൊ കുൽസുനെ നോക്കുന്നായാലും വളരെ കെയർ ചെയ്യും. പോസിറ്റീവ്സ് ഒരുപാടുണ്ട്, അങ്ങനെ ഒന്ന് പറയാൻ ഇല്ല. വീണ്ടും ഇവിടെ ഞാൻ മ്യൂസിക് ഇട്ട് തരാം. അല്ല ഇപ്പൊ എന്റെ വീട്ടുകാരുള്ള സ്ഥലത്താണെങ്കിലും ആളെല്ലാരുമായിട്ട് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്റെ ഫാമിലി ആയിട്ടും എല്ലാരുമായിട്ടും ഭയങ്കര മിങ്കിൾ ചെയ്യണം, പാർട്ട് ഓഫ് ആ ഫാമിലി ആവണം. കാരണം ആളും അങ്ങനെയാണല്ലോ, എല്ലായിടത്തും. ഞങ്ങള് കസിൻസ് ആണെങ്കിൽ ഞങ്ങള് സ്വന്തം ചേച്ചി, അങ്ങനത്തെ ആ ഒരു ബോണ്ടാ. അപ്പൊ എനിക്ക് ആളതിൽ ജെല്ലാവണം, നമ്മളുടെ ഒരാളാവണം. അപ്പൊ അത് ഭയങ്കര ഞാൻ വിചാരിച്ച പോലെ തന്നെ അല്ല, ജെല്ലാണ്. അവിടുത്തെ ചേച്ചിമാരാദ്യം കല്യാണം കുഴപ്പമില്ല, നല്ല പ്രപ്പോസലാന്ന് പറഞ്ഞാൽ അതിന്റെ നന്ദി ഇപ്പോഴും എന്റെ അപ്പൊ ഞാൻ അവര് തമാശ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ചിരിക്കും. ഞാൻ ചിരിച്ചെന്ന പോലെ ഞാനിപ്പോ ചിരിച്ചൊന്നുമില്ല. പോസിറ്റീവ് ഒരുപാടുണ്ട്, അങ്ങനെ ഒന്നായിട്ട് പറയാൻ പറ്റില്ല. സിഗ്നേച്ചർ ഡയലോഗ്സ് നമുക്ക് ഉണ്ടാവല്ലോ, നമ്മൾ എപ്പോഴും പറയുന്ന ചില സാധനങ്ങൾ. നിക്കറിയില്ലേ എന്ന് പറയുമല്ലോ, അപ്പൊ അറിയില്ലേ അല്ല നമ്മളിങ്ങനെ എനിക്കറിയില്ല എന്ന് പറയല്ലോ, അപ്പൊ മൂപ്പര് നിക്കറില്ലേ എന്നൊക്കെ. പക്ഷെ അതൊന്നും സ്ഥിരം പറയണതല്ല, എനിക്ക് കിട്ടുന്നുണ്ട്. മാളുവിന്റെ ഫോണില്ലാതെ 2 ദിവസം ജീവിക്കാൻ ആർക്ക് പറ്റും? എനിക്ക് പറ്റും. എനിക്കും പറ്റും. അതിനെന്തൊരു ഉറപ്പില്ലല്ലോ. എനിക്കും പറ്റും. കൂടുതൽ എനിക്കായിരിക്കും കൂടുതലും, കാരണം തേജേട്ടന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതും ഡേ എൻഡ് ചെയ്യുന്നതും ഫോണിലാണ്. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഷിപ്പിൽ മാളുവിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് 6 months ഇതേപോലെ എന്റെ കൂടെ സെയിൽ ചെയ്യാൻ ധൈര്യം. അവിടെ പറ്റൂട്ടോ, അവിടെ മൂപ്പർക്ക് എത്ര വേണമെങ്കിലും ഫോൺ. അപ്പൊ പറഞ്ഞു എനിക്ക് അങ്ങനെ ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ട് പറ്റില്ല, അതായത് ഫോൺ ഇന്റർനെറ്റ് ഇല്ലാണ്ട് പറ്റില്ല, ഫോണിന് ലിമിറ്റ്. അങ്ങനെയല്ല, ഷിപ്പില് ഇന്റർനെറ്റ് അല്ലാണ്ട് ഞാനത് പണിയെടുക്കാൻ പോകും, അവിടെ ഞാൻ എന്താ ചെയ്യാ? അതെ, എടുത്തു കൊടുത്താൽ എന്തെങ്കിലും അറിയോ? അവിടെ ഇപ്പൊ മുറ്റത്ത് പോയി പുല്ല് പറിക്കാൻ പറ്റുമോ? അടിക്കാൻ പറ്റും, ഹോൺ അടിക്കാലോ ഇടക്കിടക്ക്. ഇതൊക്കെ പെയിന്റ് അടിക്കാം,
പെയിന്റ് അടി അവിടെ പണി കണ്ടുപിടിച്ച അപ്പൊ ഇവന് ഗുൾസൊക്കെ കുറച്ച് വലുതായിച്ച പിന്നെ എനിക്കൊരു കമ്പനി ആളെങ്കിലും ഉണ്ട്. മറ്റും ഞാൻ ഇങ്ങനെ ഇരിക്കും രാവിലെ പോയി കഴിഞ്ഞാൽ. അന്ന് എന്റെ പണിക്കൊക്കെ സഹായിച്ചൂടെ? 8ന്റെ സ്പാനർ എടുക്കൂന്ന് പറയുന്നത് എല്ലാവർക്കും ജോലി ചേട്ടാ ശരിക്കും എന്താ അവിടെ പണി? ഇതൊക്കെ തന്നെ നമ്മള് മെയിന്റനൻസ് എഞ്ചിനീയർ ആണ് അവിടെ. എഞ്ചിനീയർ എന്നൊക്കെ പേരില് മാത്രമേ ഉള്ളൂ. ഡിഗ്രേഡ് അത് അങ്ങനെയാണ് കേട്ടോ. ഈ മനുഷ്യൻ വന്നപ്പോ തൊട്ടേ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഒരുപാട് പണികളുണ്ട്. പിന്നെ നമ്മള് കളിയാക്കാൻ വേണ്ടി സ്പാനർ എന്നൊക്കെ പറയും. ഞാനുണ്ടല്ലോ വ്ലോഗ് പോലും അവിടെ പോയി എടുക്കാത്ത. നല്ല പണിയാ. നല്ല പണിയാന്നുണ്ടല്ല, കണ്ടു കഴിഞ്ഞ ആൾക്കാർ പറയും ഇതാണ് ഇവന്റെ പണി. ഏത് പണിയും ബഹുമാനിക്കുക എന്നുള്ള ഒരു ഇതില്. ഇത് നല്ല ജോലിയാ. അതെ, എത്ര പേര്. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയി. അല്ലെങ്കിൽ ഇത് എവിടേക്ക് അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്തായിരുന്നു അത്? ഫോണില്ലാതെ ആർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ആക്ച്വലി രണ്ടുപേർക്കും പറ്റും. പക്ഷെ നാട്ടിലാണെങ്കിൽ എനിക്കായിരിക്കും കുറച്ചുകൂടി പറ്റുക. ഞാൻ തേസേട്ടന് ഭയങ്കരമായിട്ട് ഗെയിം കളിക്കണ്ടേ? ഗെയിം കളിക്കണം. പിന്നെ ഫോൺ ഇല്ലാണ്ട് മാളൂനൊരു വ്ലോഗ് പോലും ഇടാൻ പറ്റില്ല. മാള് പക്ഷെ ഇപ്പൊ എപ്പോഴും വ്ലോഗ് ചെയ്യുന്നില്ലല്ലോ. ഏതാ റീൽ ഇടാൻ പറ്റില്ല. അതിപ്പോ എന്നും റീൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവർ കൂടിയോ കുറഞ്ഞോ ഇന്ന് എണ്ണിയിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ഗീവ് അവേ ചെയ്യുന്നു? ഗീവ് അവേ ചെയ്യുന്ന എന്തിനാ പറയും? ഫോളോവേഴ്സിനെ കൂട്ടാല്ലേ? സ്വയം കുഴി അതിന് മാളുവിന്റെ ഇതിന് വേണ്ടിയല്ലോ ഗീവ് അവേ. പിന്നെ ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ. അത് ബ്രാൻഡ് പ്രൊമോഷൻസ് അല്ലേ ചെയ്യുന്നേ? ഏത് ബ്രാൻഡ്? ഒരു മിനിറ്റ്, നമ്മള് ഗീവ് അവേ ചെയ്യുന്ന എന്താ? ആൾക്കാരായിട്ടൊരു കണക്ഷൻ വെക്കാൻ വേണ്ടിട്ടാണ് അല്ലേ? അതെ. അവർക്ക് നമ്മള് ഞാൻ കൊടുക്കാം. ചുമ്മാ കൊടുത്താ പോലെ എന്തിനു എന്നെ ഫോളോ ചെയ്യണമെന്ന് പറയണം? വെറുതെ എങ്ങനെ ഫോളോ? അത് ഗീവ് അവയുടെ ഒരു ഫോർമാറ്റ് പണ്ടോട്ടെ അങ്ങനെയാ. ചോദ്യം ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അല്ലല്ല, ഇന്റർവ്യൂ. അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. ഹാപ്പി വിഷു. മാളു ഇറങ്ങി പോയത് വേറെ കാര്യത്തിനാണ്. നമ്മുടെ മെയിൻ ആളെ കൊണ്ടുവരാൻ. മാളു കമോൺ. യെസ്, ആളില്ലാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റില്ല. ഗുൽസുവിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും നേരം ഒരു ശല്യം ഇല്ലായിരുന്നു ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ട്. പാവ അടങ്ങി ഒതുങ്ങി ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഇങ്ങനെ ഇരുന്നു. മാളും കുഞ്ഞിൽ ഇങ്ങനെയായിരുന്നു? അതോ അല്ല, ഞാൻ ഇങ്ങനെ ഇരുന്നു. അമ്മ പറയാറുണ്ട് വലിയ ബഹളമൊന്നുമില്ല. പക്ഷെ പകൽ ഉറങ്ങില്ല എന്ന് പറയും. പക്ഷെ ഇങ്ങനെ വലിയ വാശിയൊന്നുമില്ലേ. വളരെ സോഷ്യലായിരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ ഗുൽസു ഹാപ്പി വിഷു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഇതുപോലെ ഹാപ്പി ആയിട്ട് എന്നും ലൈഫ് ലോങ് ഇരിക്കട്ടെ. ഈ തമാശകളൊക്കെ നല്ലതാണ് കേട്ടോ. കീപ് ഗോയിങ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുക. വ്ളോഗ്സ് ഒക്കെ കൂടുതൽ ചെയ്യാൻ കാണാൻ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ ടുഗെദർ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കാണാൻ പറ്റിയാലും സന്തോഷം. അപ്പോൾ ഇനിയും കുറെ ഗംഭീര ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഈ ഷോ സക്സസ്ഫുൾ ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി വിഷു നേർന്നുകൊണ്ട് ഞങ്ങൾ പോകുന്നു.